കേരളത്തിൽ സംഘി ഭരണം വന്നു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ബോധ്യപ്പെട്ടില്ല. ആ ബോധ്യപ്പെടാത്തവർ ഇപ്പോൾ നേരെ പത്തനംതിട്ട ഓമല്ലൂരിലേക്ക് നോക്കിക്കോളൂ. അവിടത്തെ ഒരു പ്രാർത്ഥനാ ഹാളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രതികളായെന്ന് പറയുന്നവരെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു? ആരാധിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണ്? ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അധികാരത്തിൽ വന്നതിന്റെ വിസ്മയങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന് കണ്ടിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ പത്തനംതിട്ട ഓമല്ലൂരിൽ കാണുകയാണ്. പെന്തക്കോസ് വിഭാഗക്കാരുടെ പ്രാർത്ഥനാ കേന്ദ്രം, അവിടെ ഒരു ദൃശ്യം പുറത്തു വന്നു, 17കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ആ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, പെന്തക്കോസ് സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് മുന്നിൽ നിന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഓമല്ലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും അവരെല്ലാം കൂടി ചേർന്ന് അവിടെ ബൈബിളുമായി പ്രാർത്ഥിക്കാൻ വന്നവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നത് അവിടത്തെ പാസ്റ്റർ. എന്തൊരു വിസ്മയമാണ്! നിങ്ങളെ പിരിഞ്ഞു പോകണം കേട്ടോ, നിങ്ങളെ പിരിഞ്ഞു പോകണം. അത് നിയമ സംവിധാനത്തിലൂടെ നിങ്ങൾ അതിന്റെ സ്റ്റേ മേടിക്കും. പ്രാർത്ഥന എന്ന് പറയുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്, മതമാറ്റമാണ് നടക്കുന്നത്. അവരെ കൊണ്ട് നടത്തിപ്പിച്ച് അവരുടെ പരിപാടി നടക്കും. നിങ്ങളെ എന്തെങ്കിലും നിയമപരമായ അധികാരമുണ്ടോ? നിയമപരമായ അധികാരമുണ്ടോ? ആ നിയമപരമായ അധികാരമുള്ള അധികാരികളുണ്ട്, നിങ്ങൾ അവരെ സമീപിക്കുക. നിയമപരമായുള്ള അധികാരികളെ സമീപിക്കുക. മനസ്സിലായോ? ജില്ലാ ഭരണാധികാരിയുണ്ട്. ഇലവന്തിട്ട എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ അത് അവിടെ കേസ് എടുത്തിട്ടുണ്ട്, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് കിടന്ന് അലയ്ക്കാനും എനിക്ക് വയ്യ. നിങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു അവകാശമുണ്ട്. നിങ്ങളൊരു വാടക വീട്ടിൽ താമസിച്ചാൽ ഒരു സുപ്രഭാതി വന്ന് വാടക ഓണർക്ക് നിങ്ങളെ ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങളെ കേൾക്കണം. നിങ്ങളെ നോട്ടീസ് കൊടുത്ത് കേൾക്കണം. വണ്ടി ഇടിപ്പിച്ചാൽ എന്താ സാറേ പറയാനുള്ളത്? വണ്ടി ഇടിപ്പിച്ചാൽ എന്താ പറയാനുള്ളത്? വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയാൽ എന്താ പറയാനുള്ളത്? ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി, അതിനൊന്നും പറയാനില്ല പോലീസിന്. ഇതിന്റെ പുറകെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മനസ്സിലായോ? ഇത് ആക്ഷൻ കൗൺസിൽ എടുത്ത തീരുമാനമോ? കേരളത്തിൽ സംഘപരിവാർ സ്വാധീനമുള്ള ഭരണം വന്നു എന്ന് ഇനിയും ബോധ്യപ്പെടാത്തവർ നേരം വെളുക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അനൂപ് ആന്റണി, PC ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ ചത്തതുപോലെ കിടക്കുകയാണ്, ഒരനക്കവും ഇല്ല. തൊട്ടടുത്തായിട്ടുള്ള കോട്ടയം ജില്ലയിലുള്ളവരാണ്. അവർക്കിപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഒരു ഭാഗമായിട്ടുള്ള പെന്തക്കോസ് വിഭാഗക്കാർ ആക്രമിക്കപ്പെട്ടതിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക് മേൽ കടന്നു കയറിയതിൽ ഒരാശങ്കയും ആകുലതയുമില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദാമോദരൻ മകൻ സതീശൻ ഭരിക്കാൻ കയറിയതിനു ശേഷം BJPക്കാരെല്ലാം സന്തോഷത്തിലാണ്. അത് ഗവർണറിൽ തുടങ്ങി BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഗവർണർ സ്വന്തം നിലയ്ക്ക് വന്ദേമാതരം ഒക്കെ പാടിപ്പിക്കുന്നു. ഗവർണർ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം കൈയാളിക്കൊണ്ട് ഉദ്യോഗസ്ഥ തല യോഗം വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ, മറ്റൊരു സൈഡിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം സംഘി VCമാരെ നിയമിക്കുന്നു. അതേ സംഘി VCമാർ നേരെ RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഒരു നടപടിയുമില്ല. ഫേസ്ബുക്ക് കുറിപ്പിട്ട് കളിക്കുന്ന മുഖ്യൻ ഇപ്പോൾ ഓമല്ലൂരുണ്ടായ സംഭവവികാസത്തിലും ഒരു ഞെട്ടലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനുമില്ല, ഒന്നും മിണ്ടാനുമില്ല. മൗനി ഭാവയായി തുടരുകയാണ്. എന്തായാലും ഈ കാണുന്നതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ കാസർഗോഡ് കന്നുകാലികളെ കയറ്റി വന്ന വാൻ തടഞ്ഞത് വാർത്തയായിരുന്നു. സംഘികൾ കാസർഗോഡ് ചെയ്തൊരു പ്രവർത്തനമാണ്. എന്ത് നടപടി ഉണ്ടായി? നിങ്ങൾ വല്ലതും കേട്ടോ? ഒന്നും ഉണ്ടായില്ല. അതിങ്ങ് പത്തനംതിട്ട ഓമല്ലൂരിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന പഞ്ചായത്ത് എത്തിയപ്പോൾ ആ പഞ്ചായത്തിനകത്ത് പെന്തക്കോസ്റ്റ് വിഭാഗക്കാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കില്ല. അതിനകത്ത് ഒരു സംഭവവികാസം അരങ്ങേറി. സംഭവവികാസത്തിൽ കേസെടുത്തതിന് ശേഷവും അതിന്റെ ആരാധന അനുവദിക്കില്ല എന്ന നിലയിലേക്ക് അവിടെ ചാടിക്കേറി അക്രമം അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ
അത് നൽകുന്ന സൂചന എന്താണ്? കേരളത്തിൽ വരും കാലങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗക്കാർ എല്ലാം കൂടി ചേർന്ന് പൂക്കി മുഖ്യൻ വരട്ടെ എന്ന് ആഗ്രഹിച്ചു ക്രിസ്ത്യൻസും മുസ്ലിംസുമുണ്ട്. രണ്ട് വിഭാഗക്കാർക്കും വരും കാലങ്ങളിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന നോർത്ത് ഇന്ത്യൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നിടത്ത് അത് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു എന്നൊരു റിയാലിറ്റിയാണ് അവിടെ കണ്ടതെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അത് ഒരു സൂചനയാണെന്ന് കൂടി അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നു.